നമ്മുടെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് രണ്ട് പ്രധാനപ്പെട്ട ധാരകളുണ്ടായിരുന്നു. അതിലൊന്ന് അഹിംസയുടെ ധാരയും മറ്റൊന്ന് സായുധ വിപ്ലവത്തിൻ്റെ ധാരയുമാണ്. അഹിംസയുടെ ധാര നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം കൂടുതൽ പ്രോമിനൻസ് നേടി എന്ന് പറയാം. പക്ഷേ നമ്മുടെ സായുധ സമരത്തിൻ്റെ ഒരു ധാര പലപ്പോഴും ചരിത്രത്തിൽ വിസ്മരിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ഒരു ചരിത്ര പുരുഷനായി പ്രവർത്തിച്ചയാൾ എന്ന നിലയ്ക്ക് മാത്രം സുഭാഷ് ചന്ദ്രബോസിനെ കാണാതെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഭാഷയും ഊർജവും നൽകിയ ഒരു നേതാവായി കൂടി അദ്ദേഹത്തിനെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. സ്വാതന്ത്ര്യം നമ്മൾ ആരോടെങ്കിലും അപേക്ഷിച്ച് നേടേണ്ടതല്ല, മറിച്ച് പോരാടി നേടിയെടുക്കേണ്ടുന്ന ഒരു അവകാശമാണ് എന്നുള്ള ഒരു മനോഭാവം ഒരു ജനതയിൽ ഉണ്ടാക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശം ധൈര്യത്തിൻ്റെയോ തീരുമാനക്ഷമതയുടേതോ ആണ് എന്നാണ് ഞാൻ കരുതുന്നത്. കേവലം ഒരു വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ ആർമി എന്നുള്ള ഒരു വലിയ സായുധ സേനയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പോരാട്ട വീര്യത്തിനെ വ്യാപിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൂടാതെ സ്ത്രീകൾക്ക് കൂടി സൈന്യത്തിൽ സ്ഥാനമുണ്ടാകണം എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഝാൻസി റാണി റെജിമെൻറ്റ് അദ്ദേഹം രൂപീകരിച്ചിരുന്നത്. വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സമൂഹം, വളരെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു രാജ്യം, അങ്ങനെയുള്ള ചിന്ത ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ആ കാലത്ത് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനം. കാരണം അത് കഴിഞ്ഞിട്ട് എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യം സൈന്യത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് കോമ്പാറ്റീവ് റോളുകളിലൊക്കെ തന്നെ അവരെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് എന്ന ചിന്തയൊക്കെ തന്നെ രൂപീകരിച്ചത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. നേതാജി എന്ന നേതാവ് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സാരഥികളിൽ ഒരാളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു പുരോഗതി, ഏത് തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ആ നിലയ്ക്കാകും നമ്മുടെ രാജ്യം പിന്നീട് പ്രവർത്തിച്ചിരിക്കുക എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾക്ക് ഇന്നത്തെ കാലത്തും വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയിരിക്കുന്നത് കേവലം അഹിംസാപാതയിൽ മാത്രമല്ല, എവിടെയാണോ പല്ലിന് പല്ല് നഖത്തിന് നഖം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്രമമുറ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യം ഭയപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ അവിടെ അംഗീകരിക്കപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നമുക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച സമര പോരാട്ട വീര്യമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കുക. അങ്ങനെ സ്വാഭിമാനമുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു ജനതയായിട്ട് നമുക്ക് പ്രവർത്തിച്ച് അത്തരത്തിൽ അദ്ദേഹത്തിനോടുള്ള എല്ലാവിധ ആദരവും നമുക്ക് പ്രകടിപ്പിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ജയ് ഹിന്ദ്.